ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ജപ്പാൻ ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചിക്കൻ മാരിനേഷൻ ചെയ്യാൻ വേണ്ടി 1 കപ്പ് മൈദ ഇടുക. അതിലേക്ക് 1 കപ്പ് കോൺഫ്ലവർ ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് യോജിപ്പിക്കാം. നന്നായി യോജിപ്പിച്ചതിനു ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴമ്പ് പരുവത്തിൽ കലക്കിയെടുക്കണം. ഇതിലേക്ക് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ചിക്കൻ ഇടുമ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ലെന്ന് ഉറപ്പുവരുത്തണം. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഉടനെ തന്നെ ഫ്രൈ ചെയ്യാവുന്നതാണ്. അതിനായി ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണയൊഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇടുക. കഴിവതും ചിക്കൻ കഷ്ണങ്ങൾ കൂടിച്ചേരാതെ ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഏകദേശം 5 മുതൽ 8 മിനിറ്റ് വരെ കഴിയുമ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ കോരിമാറ്റുക. ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി വേറെയൊരു പാനിൽ 3 കഷ്ണം ബട്ടർ ഇടുക. ഇതിലേക്ക് 3 ടീസ്പൂൺ വെളുത്തുള്ളി ചേർക്കുക. പച്ചമുളക് 2 ടീസ്പൂൺ ചേർക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വരുമ്പോൾ പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് പാലാണ് ഒഴിച്ചത്. ഗ്രേവി കുറച്ചു മതിയെങ്കിൽ 1 കപ്പ് ചേർത്താലും മതി. ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ചെറിയ തീയിൽ ഇളക്കി കൊടുക്കുക. ഒന്ന് തിളച്ചു വരുമ്പോൾ 50 ഗ്രാം കശുവണ്ടി പൊടിയാക്കി അരച്ചത് ചേർക്കാവുന്നതാണ്. ഇതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് നന്നായി ഇളക്കിയതിനു ശേഷം വറുത്തുവച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം. ഗ്രേവി ഒന്ന് വറ്റി വരുമ്പോൾ കുരുമുളക് പൊടിയും മല്ലിയിലയും ഇട്ടു വാങ്ങിവെക്കാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമായ ജപ്പാൻ ചിക്കൻ അല്ലെങ്കിൽ ക്രീമി ചിക്കൻ റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.